Hi friends, technical tips ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻവെർട്ടർ ഔട്ട്ഡോർ ബോർഡ് കംപ്ലൈൻ്റ് ആയത് നമ്മൾ റെഡിയാക്കി. എങ്ങനെയാണ് റെഡിയാക്കുന്നത്? ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അത് റെഡിയാക്കിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ഇൻവെർട്ടർ ബോർഡാണ്. ഇതൊരു കമ്പനി റേറ്റിൽ ഒരു 12,000 രൂപ അല്ലെങ്കിൽ 11,000 രൂപ വിലയുള്ളൊരു ബോർഡാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഔട്ട്ഡോർ ഓണാകുന്ന സമയത്ത് വീട്ടിലെ ലൈനെല്ലാം ട്രിപ്പായി പോകുന്നു. ഇതാണ് കംപ്ലൈൻറ്റ്. അതായത് ഈ ബോർഡ് ഷോർട്ടിംഗ് ആണ്. ഇത് വളരെ ഹെവി കോസ്റ്റ്ലി ആയിട്ടൊരു ബോർഡാണ്. ഇത് നമുക്ക് റെഡിയാക്കുന്നത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോർഡിനകത്ത് സപ്ലൈ, അതായത് ഒരു ന്യൂട്രലും ഇൻഡോറുമായിട്ട് കണക്ഷൻ മൊത്തം 4 വയറുകൾ കാണും. ഒരു ന്യൂട്രലും ഫേസും എർത്തും ഒരു കമ്മ്യൂണിക്കേഷനും. അപ്പോൾ ന്യൂട്രലും ഫേസും അങ്ങോട്ടാണ് വരുന്നത്, നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ നേരെ വരുന്നിടത്ത് ഒരു ഷോർട്ടിങ്, ഒരു MOV കാണാം. MOV അതായത് ഡിസ്ക് കപ്പാസിറ്റർ പോലെ ഇരിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. അതിപ്പോൾ വീഡിയോക്കകത്ത് കാണാം. അപ്പം അത് ഷോർട്ടിങ് ഉണ്ട്. നമ്മൾ മീറ്റർ ബസർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. അതങ്ങനെ കാണിക്കാൻ പാടില്ല. അത് ഈ കമ്പോണൻ്റ് എന്തിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിവൈസ് ഓൺ ആകുമ്പോൾ മറ്റ് ഇലക്ട്രിക് ഡിവൈസുകൾക്കൊരു എന്താ പറയുന്ന ഒരു ഈ സൗണ്ട് നോയ്സുകളൊക്കെ കയറി വരാതിരിക്കാനും ഒക്കെ അങ്ങനെ പലതുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ചെറിയൊരു ഇതാണ് MOV എന്ന് പറയുന്നത്. നമുക്കത് ഊരിയെടുക്കാം. അത് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പൊട്ടിയിട്ടുമുണ്ട്. നമ്മളത് ഊരിയെടുക്കുവാണ്. ഇച്ചിരി ടഫാണ് ഊരിയെടുക്കാൻ. ഏറ്റവും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇച്ചിരി ലൈൻ വോൾട്ടേജ് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അയണ് ചൂടായി പഴുക്കാനും ഇച്ചിരി മടിയുണ്ട്. മാത്രമല്ല മെഷീൻ പ്രിൻറ്റിങ് ആയതുകൊണ്ട് ഇച്ചിരി പാടാണ്. ഡബിൾ സൈഡ് പ്രിൻ്റ് ബോർഡ് ആയതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആദ്യം നമ്മളൊരു ഡ്രൈ സോൾഡർ വെച്ചാണ് നമ്മളത് അതിനകത്ത് കുറച്ച് ലെഡ് വലിച്ചെടുത്തിട്ട് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കമ്പിയൊക്കെ നൂർത്ത് കൊടുക്കുക. ഇപ്പം അത് സോൾഡറിങ് എല്ലാം എടുത്തു. ഇനി നമുക്കവിടെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ടത് തിക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെങ്കിൽ അത് ഊരി വരത്തുള്ളൂ. സൂക്ഷിച്ച് ചെയ്യണം അത്. അതുപോലെ തന്നെ മറ്റിടത്ത് ലെഡ് വീഴാതെയും മറ്റ് ലെഡിൻ്റെ കമ്പോണൻറ്റുകളും പ്രിൻറ്റുകളും ലെഡ് വീഴാതെയും അതുപോലെ ഡാമേജ് ആവാതെയൊക്കെ ശ്രദ്ധിക്കണം നമ്മളത്. അപ്പോൾ ഞാൻ ആ ഒരു കൈ കൊണ്ട് അത് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കുകയും മറ്റ് കൈ കൊണ്ട് അതിൻ്റെ 2 ലെഗും ചൂടാക്കി ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ MOV ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം, കണ്ടോ, അതവിടെ വെച്ചു. ഇനി അതിൽ തന്നെ അതിനകത്തൊരു ഫ്യൂസ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. കാര്യം ഇത് ഷോർട്ടിങ് ആയതുകൊണ്ട് ഇതിനകത്ത് എർത്ത് കണക്ഷനും കൂടെ വരുന്നുണ്ട്. ഈ ബോർഡിൽ എർത്ത് മസ്റ്റാണ്. അപ്പോൾ ആ എർത്തുമായിട്ട് ഇത് ലൈൻ ചെന്നേക്കുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്, അത് പോയിട്ടുണ്ട്. അത് നമ്മുടെ ഈ എന്താ പറയുന്നത്, മറ്റ് ബോർഡുകളിലൊക്കെ കാണാൻ പാടായിരിക്കും. നമ്മുടെ സെനർ ഡയോഡ് പോലെ ഇരിക്കും, ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്, ഒരു കപ്പാസിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് പുറത്ത് കിട്ടാൻ പാടായിരിക്കും, നമ്മൾ വേറെ ബോർഡുകളിൽ നിന്ന് കൂരിയെടുക്കണം. അപ്പം അതിൽ നിന്ന് അടുത്ത വേറൊരു MOV ഉണ്ട്, അതും ഷോർട്ടിംഗ് ഉണ്ട്, അതും കൂടെ ഞാൻ ഊരിയെടുക്കുവാണ്. ഇതും ഷോർട്ടിംഗ് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് പമ്പ് വെച്ചൊന്ന് ലെഡൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് ചെയ്യാം. കുറച്ച് ലെഡൊക്കെ ആഡ് ചെയ്ത് ഒന്നുകൂടെ നമുക്കത് ഡ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈ സോൾഡർ വെച്ചൊന്ന് ക്ലീൻ ചെയ്യുക. കാര്യം അതിനകത്ത് ലെഡ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പുതിയ MOV കയറ്റിയിടുമ്പോൾ, ഇപ്പോൾ ഈ MOV ഇട്ടില്ലെങ്കിലും വർക്ക് ചെയ്യും എന്ന് പറയാം. പക്ഷേ ആ വർക്കിങ്ങിൽ പല പ്രശ്നങ്ങൾ വരും. കാര്യം ഇതൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു ഡിവൈസ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ടും അതിനകത്ത് തന്നെ പ്രോഗ്രാംഡ് സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടും അത് കമ്പനി എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത് ആ രീതിക്ക് മാത്രം ചെയ്തു നോക്കാൻ പരമാവധി ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീണ്ടും പണിയാവും. ഇപ്പോൾ കണ്ട ഞാൻ പുതിയ MOV എടുത്തിട്ടുണ്ട്, വേറെ കളറാണെന്നേ ഉള്ളൂ, സാധനമെല്ലാം സെയിം തന്നെ, 2 പുതിയ എടുത്തിട്ടുണ്ട്. കണ്ടോ, മാർക്കറ്റിൽ കിട്ടും, വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ, 5 രൂപ. അപ്പം പുതിയ MOV നമ്മൾ കയറ്റിയിടുകയാണ്. രണ്ടും കയറ്റി വെച്ചു, അതിൻ്റെ കാലെല്ലാം നമ്മൾ വളച്ച് വെച്ചു. ഇനി നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സൂക്ഷിച്ച് സോൾഡർ ചെയ്യുക, അതായത് ലെഡ് അവിടെ അതിനടുത്ത് പല പ്രിൻറ്റുകളും ഉണ്ട്, അപ്പോൾ അതിൽ നിന്നും വീഴാത്ത രീതിയിൽ നമുക്കിത് ചെയ്ത് നോക്കാം. സോൾഡർ ചെയ്തു കഴിയാറായി.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കാണാം പുതിയ MOV ഞാൻ ഇട്ടു. അവിടെ ആ പുകഞ്ഞ പാടൊക്കെ കാണാം. അതിനപ്പുറത്തൊരു കപ്പാസിറ്റർ ഉണ്ട്, അത് നമ്മൾ വേറെ വെച്ചായിരുന്നു. അതിനിപ്പുറത്ത് ആദ്യം കാണിച്ചത് അതും പോയതായിരുന്നു. അത് വേറെ ബോർഡിൽ നിന്ന് ഊരിയെടുത്തിട്ടാണ്, ഇത് കിട്ടിയില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്ലൈ കൊടുത്ത് നോക്കാൻ പോകണം. അവിടെ ന്യൂട്രലും എല്ലും എന്നും കൊടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് നമ്മൾ സപ്ലൈ കൊടുത്ത് ഓണാക്കാൻ നോക്കുവാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും അത് ഓണാകത്തില്ല. അതിൻ്റെ സോഫ്റ്റ്വെയർ ഉള്ള ഇൻബോർഡിൽ തന്നെ ഇത് വർക്ക് ചെയ്തുള്ളൂ. ഷോർട്ടിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യും ഇത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ബോർഡ് AC കൊടുത്തു. AC നമ്മൾ കണക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഓണാക്കി. സംഭവം റെഡി ആയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം. നേരത്തെ ഇത് ഓണാകുമ്പോൾ ട്രിപ്പായി പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഉപകാരപ്പെടുന്ന വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.